ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ 9ാം ദിവസവും പിടികൂടാനാകാതെ അന്വേഷണ സംഘം. രാഹുൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനാണ് ശ്രമം. ഇന്നലെ രണ്ടാം കേസിലെ അതിജീവിത മൊഴി നൽകാൻ തയ്യാറെന്ന് അറിയിച്ചിരുന്നു. ബംഗളൂരുവിലുള്ള 23-കാരിയാണ് പരാതിക്കാരി. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരും, TG സജിത്തുണ്ട്, ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്, KV ബൈജു കാസർഗോഡ് നിന്നും ചേരും. ആദ്യം TG സജിത്തിലേക്കാണ്. സജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എത്രയോ മണിക്കൂറുകൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ്. ഇന്നലെ ഹൊസ്ദുർ കോടതിയിലൊക്കെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാനായി നമ്മുടെ ടീമും അവിടെ സജ്ജമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ല. പോലീസിന് അറസ്റ്റ് ചെയ്യാനായില്ല. അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും 9ാം ദിവസവും ഒരു MLA ലൈംഗികാരോപണ കേസിൽ ഒളിവിലാണ് എന്നുള്ളത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഏറ്റവും സംശയമുണ്ടാക്കുന്ന കാര്യം ഇതുവരെ എന്തുകൊണ്ട് കേരള പോലീസിന് MLA പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ്. ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ 9ാം ദിവസവും സംസ്ഥാനത്തെ ഒരു MLA ഒളിവിൽ എന്നതാണ് നമുക്കിത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടി വരുന്ന കാര്യം. ഇന്നലെ വൈകിട്ട് ഈ ഒളിവ് ജീവിതം അവസാനിക്കുമെന്നും അദ്ദേഹം പുറത്തു വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു, അല്ലെ അന്വേഷണ സംഘത്തിന്റെ പിടിയിലുണ്ടെന്നും കരുതപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പിന്നീട് സംഭവിച്ചിട്ടില്ല. അതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ബൈജുവിന് എന്താണ് ഇന്നലത്തെ നാടകീയ നീക്കങ്ങളെന്ന് ഒരു പക്ഷേ വ്യക്തമായി പറയാൻ കഴിഞ്ഞേക്കും. നമുക്ക് വൈജിയിലേക്ക് വരാം. അതിനു മുമ്പായി എന്തായാലും ഇന്നത്തെ ദിവസം അശ്വതി സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം നിർണായകമാണ്. കാരണം എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ്. ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും തൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കപ്പെടുന്നില്ല, നോ അറസ്റ്റ് അംഗീകരിക്കപ്പെടുന്നില്ല. ഇതോടുകൂടി ഇന്നത്തെ രാഹുലിൻ്റെ ഒരു നീക്കം ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയിൽ വീണ്ടും നിയമനീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. പക്ഷേ രാഹുലിനെ എല്ലാ അർത്ഥത്തിലുമുള്ള കൈവിടൽ കോൺഗ്രസ് പാർട്ടി നടത്തിക്കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. ഇന്നലെ സൈബർ ഇടങ്ങളൊക്കെ ഏറെക്കുറെ ശാന്തമായിരുന്നു. രാഹുൽ അനുകൂലികൾ അത്രയൊന്നും ശക്തമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു പകൽ ദിനം എന്ത് സംഭവിക്കുമെന്നത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ വീണ്ടും നിയമനീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഈ സെഷൻസ് കോടതിയിലെ ഹർജി പരിഗണനയിൽ ഇരുന്നതുകൊണ്ട് ഒരുപക്ഷെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ശരിയുമാവാം. പക്ഷേ എന്നിരുന്നാലും ഇന്നലെ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യമാണ്. അന്വേഷണ സംഘത്തെ വെട്ടിച്ച് രാഹുൽ ഒളിച്ചു കഴിയുകയാണോ, അതല്ല ഇപ്പോഴും റഡാറിലുണ്ടോ, കസ്റ്റഡിയിലുണ്ടോ, പുറത്തു വിടാത്തതാണോ, ഇക്കാര്യങ്ങളൊക്കെ ഒരു അഭ്യൂഹമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടി ഇതിലേക്ക് കടന്നു വരുന്നത്. അതോടുകൂടി അങ്ങേറ്റം നിർണായകമായ ഒരു നീക്കം കൂടിയായി മാറുകയാണ്. ഇന്ന് ഈ 9ാം ദിവസം രാഹുലിൻ്റെ നീക്കം നിർണായകമാണ്. ഇന്ന് പകൽ ദിനം നമ്മൾ പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പലതും സംഭവിച്ചേക്കാം. നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ഒരുപക്ഷെ കൊച്ചിയിൽ സംഭവിക്കാൻ പോകുന്ന ചില നീക്കങ്ങളായിരിക്കും. മുഖ്യമന്ത്രി ഇന്ന് മുഖാമുഖം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എത്തുകയാണ്. പൊതുപരിപാടിയിലല്ല, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾക്ക്, ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയുടേതായ മറുപടിയുമുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ വിഷയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൂടി ഇന്നത്തെ പകൽ ദിനം മാറുമെന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് നമുക്ക് വേണ്ടത്. കാത്തിരിക്കാം അശ്വതി. ഇന്നത്തെ ഒരു പകൽ ദിനം നിർണായകമാണ്, സങ്കീർണമായിരിക്കും. ശരി സജിത്, എന്തായാലും നമുക്കൊപ്പം VV അരുണും KV ബൈജുവും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം അരുണിലേക്ക് പോകുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. രാഹുലിനെതിരായി രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നറിയുന്നു. ഒരു വശത്ത് രാഹുൽ അന്വേഷണത്തിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് കുരുക്ക് മുറുകുകയാണ്. വനിതാ IPS ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം എന്നറിയുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുക്കും എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനേക്കാൾ ഗൗരവമുള്ളതാണ് പുതിയ പരാതി എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇത്രയും നാൾ ഒരു FIR പോലും എനിക്കെതിരെ ഇടാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കുന്ന വാഴയ്ക്ക് എന്ന പദപ്രയോഗമാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും ഈ ആദ്യത്തെ കേസിൽ ഇപ്പോൾ തന്നെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഹൈക്കോടതിയിൽ പോയവർക്ക് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയാകും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. പക്ഷേ അശ്വതി സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി സങ്കീർണമാണ്. വളരെ വ്യക്തമായി ആ പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം, എന്തുകൊണ്ട് താൻ പരാതി നൽകിയില്ല, എന്തുകൊണ്ട് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഈ സാധാരണ പ്രതികരിക്കും പോലെ പ്രതികരിച്ചില്ല എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു പരാതി കത്താണ്
KPCC അധ്യക്ഷനും അതുപോലെ AICC നേതൃത്വത്തിനുമൊക്കെ നൽകിയത്. ആ പെൺകുട്ടി നേരത്തെ തന്നെ വിവരം ചില മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞതാണ്. അന്നൊക്കെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കത്തായി വെളിപ്പെടുത്തലായി ചൂണ്ടിക്കാണി മുഖമില്ലാത്ത പരാതിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകുമ്പോഴും സമാനമായ പ്രതികരണമാണ് സൈബർ ഇടങ്ങളിലും രാഹുൽ മാങ്കൂട്ടം അനുകൂല സൈബർ ഇടങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമൊക്കെ ഉണ്ടായത്. കോടതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ഭാഗം വാദിച്ച അഭിഭാഷകൻ പറഞ്ഞത് ഇതുതന്നെയാണ്. അൺനോണായ ഒരു പരാതി, തീർച്ചും അൺനോൺ തന്നെയാണ്. കുട്ടി പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്ന കാരണം ആദ്യഘട്ടത്തിൽ കേസ് വെളിപ്പെടുത്തിയ ഒരു പേര് വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ പരാതി മുന്നോട്ട് പോയ പെൺകുട്ടിക്കുണ്ടായ സംഘടിതമായ സൈബർ ആക്രമണം അതൊക്കെ കൂടി ഉള്ളതുകൊണ്ട് താൻ പേര് പറയുന്നില്ല. താൻ ഒരു ഘട്ടത്തിന് പുറത്തു ഭയക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ഇപ്പോൾ ആ ഭയം മാറി സർക്കാരിൽ വിശ്വസിച്ച് ആഭ്യന്തര വകുപ്പിൽ വിശ്വസിച്ച് മൊഴി നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏതു നിമിഷവും ആ പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കാം. വളരെ കൃത്യമായ പെൺകുട്ടിയുടെ സംഭവങ്ങൾ പറയുന്നു. ആ കാര്യങ്ങൾ കൂടി വരുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും. ഇപ്പോൾ ഹൈക്കോടതി കേസ് വരുമ്പോൾ തന്നെ ഇനിയൊരു കേസ് കൂടി ഉണ്ട്. അവിടെ കൂടി ആ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഇതുവരെ അൺനോൺ ആയിരുന്ന പരാതി ഇന്ന് കോടതി പരിഗണിക്കും മുമ്പ് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കാം. മൊഴി അന്വേഷണത്തിൽ ലഭിച്ചേക്കാം. ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വിലസ് നടക്കാൻ കാരണം പരാതിയുണ്ട്, നിരവധി പരാതികളുണ്ട്, നിരവധി ഇരകളുണ്ട്. പക്ഷേ ആരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. എവിടെ പരാതിക്കാർ എന്ന ചോദ്യമാണ്. ഇത്തരത്തിൽ വലിയ ആരോപണം നേരിടുമ്പോഴും പൊതുജന മധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ വിലസ് നടന്ന നിയമസഭയിലടക്കം വന്നു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ പോലും അവഹേളിച്ചുകൊണ്ട് ചോദിച്ചു എവിടെ പരാതി എന്ന ചോദ്യമാണ്. പരാതി ഒന്ന് വന്നു, അത് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അടുത്ത പരാതിയും വന്നിരിക്കുന്നു. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അന്വേഷണ സംഘം രാഹുലിന് പിന്നാലെയുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമോ? ഒരു തവണ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ടുകൂടി രാഹുലിനെ നിസ്സാരമായ ഒരു കുറ്റത്തിന് വീട് കയറി അറസ്റ്റ് ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഉദയമെന്ന് പോലും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി കൃത്യമായി പറയാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും രാഹുലിന് ഒരു ഇരവാദം ഉണ്ടാക്കാനും ഇരയായി ചമയാനും ആ രീതിയിൽ രാഹുലിനെ ഹീറോയിസം ഉണ്ടാക്കാനും ഒന്നും ശ്രമം വേണ്ട എന്ന നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം ഒരു മെല്ലെപ്പോക്കിലേക്ക് പോയത്. പക്ഷേ പെൺകുട്ടികൾ ഇരകൾ ഒന്നൊന്നായി പരാതിയുമായി വരുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. എല്ലായിടത്തും രാഹുലിനെ വലവിരിക്കുന്നു. രാഹുലിന്റെ സഹായികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്നലത്തെ രണ്ടുപേരെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി രാഹുൽ പോകാനുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് ഇപ്പോഴും സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളുന്നുണ്ട്. പക്ഷേ രാഹുലിന് വലിയ സംരക്ഷണം ഇപ്പോഴും ലഭിക്കുന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. കർണാടക ഉൾപ്പെടെ, കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഉൾപ്പെടെ വലിയ സംരക്ഷണം രാഹുലിനുണ്ട്. വലിയ ചില ഗ്രൂപ്പുകൾ രാഹുലിനെ സംരക്ഷിച്ച് അറസ്റ്റ് വിട്ടുകൊടുക്കാതെ, പോലീസ് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വളരെ കൃത്യമായി പോലീസ് എത്തുന്ന വിവരമാണ്. 2 തവണ രാഹുൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. അതും പോലീസിൽ നിന്ന് തന്നെ ചോർന്ന വിവരമാണോ എന്ന ആശങ്ക കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള നീക്കങ്ങൾ. കർണാടകയിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് ചെറിയ പുള്ളികളല്ല, ചെറിയ ടീമുകളല്ല, വളരെ സംഘടിതമായി വളരെ ശക്തമായ ചില കേന്ദ്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നു, പൊതിഞ്ഞു നിർത്തുന്നു. ഇപ്പോഴും കോൺഗ്രസിന് പുറത്ത് പറയുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാഹുലിന് വളരെ സുരക്ഷിതമായ ഒളിയിടം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് എത്താൻ, രാഹുലിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തലാണ് പൊതുവിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും രാഹുലിന് വേണ്ടി എല്ലാ വഴികളും അടച്ച് അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്ന് പോലീസ് കരുതുന്നു. ചില പരാതികൾ ഇതിനകം തന്നെ അനൌദ്യോഗികമായൊക്കെ അന്വേഷണ സംഘവുമായി ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്.